ഹായ് ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് വൈക്കം ഞാൻ വന്നതിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലൊരു പ്ലാനിങ് ഒന്നും നടന്നില്ലെങ്കിലും ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് ഗായ്സ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കില്ല. മിക്ക ദിവസവും ഞാൻ കിടന്നുറങ്ങൽ തന്നെയായിരിക്കും. ഏകദേശം രാവിലെ എഴുന്നേൽക്കും, ഭക്ഷണം കഴിക്കും, വൈകുന്നേരം വൈകുന്നേരമല്ല, ഒരു 11-12 മണി വരെയും കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയായിരിക്കും എൻ്റെ ഡേ പോണത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റിയ രീതിയിൽ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-9 മണിയൊക്കെ ആയിട്ടുണ്ടാവും എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത്. പിന്നെ അന്ന് ഞങ്ങൾ ഒന്ന് വെളിയിലൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലുലു കോട്ടയം പോകണോ അതോ ലുലു എറണാകുളം പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം ലുലു എറണാകുളം പോകാമെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചേച്ചി വരണം, ചേച്ചി ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ എന്താ പറയുക, എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് ആ ഒരു ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കാണെങ്കിലും മടി പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ബൈ ദ വേ, ഇത് കണ്ണഞ്ചേട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പിക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ ടാബ്ലറ്റ്സ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി നട്ട്സൊക്കെ കഴിക്കണമെന്ന്. അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്ത് വെച്ചാണ്. പക്ഷേ ആ ഓർമ്മ വരും, എടുത്ത് കഴിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. പിന്നെ വായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരു കഷ്ണം ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് എടുത്ത് കഴിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഛർദ്ദിയൊക്കെ മാറിയെങ്കിൽ പോലും എനിക്ക് എന്താ പറയുക, ആ ഒരു ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ചില സമയം വരാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക്, അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ഇഡ്ഡലിയും അതേപോലെ തേങ്ങ അരച്ച ചമ്മന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ചമ്മന്തി എന്നാണോ പറയുക, ചമ്മന്തി തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലെല്ലാം ചമ്മന്തിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, വെള്ളം ഒഴിച്ചതുകൊണ്ട് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു 2 ഇഡ്ഡലിയും ചമ്മന്തിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ചായയും. ഇതാണ് എൻ്റെ രാവിലത്തെ ആ ഒരു റുട്ടീനിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന സാധനം. അത് കഴിഞ്ഞ് അതിനിടയിൽ ഞാൻ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ബദാം, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടോ. 2-3 കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി ഡോക്ടർ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇൻ ബിറ്റ്വീൻ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ, ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 2 നടത്തം നടക്കും. അപ്പോൾ അതൊക്കെ നടന്നു. അതിൻ്റെ ഇടയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയുടെ മുൻപൊക്കെ ആയിട്ട് കുളിച്ച് സെറ്റായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വരാം, നമുക്ക് ഏകദേശം പ്ലാനിങ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ചേച്ചിയുടെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ വരാനാവുന്ന സമയമൊക്കെ ആയപ്പോഴേലും എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേലും ഞാനും കുളിച്ച് സെറ്റായ കാര്യം റെഡി ആവണം. ആ റെഡി ആവുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യണം, അതിനേക്കാൾ മുൻപ് ഫുഡ് കഴിക്കണം. അപ്പോൾ ലഞ്ചും കൂടെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ റെഡി ആവാൻ പോകാമെന്നുള്ളത്. ബൈ ദ വേ, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു മേക്കപ്പ് ലുക്കൊന്നുമില്ല. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. മാത്രമല്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ കാണിച്ചേക്കുന്ന എല്ലാ പ്രോഡക്ട്സും പ്രഗ്നൻസി സേഫ് ആണോ എന്ന് ഞാൻ നോക്കിയിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ സപ്പോസ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പ്രോഡക്ട്സ് ട്രൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ടും നിങ്ങളുടെ ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്ന ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാര്യം ഓരോരുത്തർക്കും സെറ്റാവുന്ന വേറൊരാൾക്ക് സെറ്റാവത്തില്ല, പല പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഏത് ക്രീംസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് SPF ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഒരു SPF യൂസ് ചെയ്ത്, SPF ഞാൻ മാറി യൂസ് ചെയ്യും. ഡോക്ടർ ഷെറ്റ്സ്, അക്വാലോജിക്ക, ഡെർമാക്കോ, പിന്നെന്തായിരുന്നു എൻ്റെ കൈ കിട്ടുന്ന എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓൾമോസ്റ്റ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സാണ്. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഓക്കെ അടിപൊളിയാണെന്ന് ഫീൽ ചെയ്യിക്കുന്നൊരു പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഇതേപോലെ SPF ഒക്കെ അപ്ലൈ ചെയ്ത ശേഷം ഡെർമാക്കോയുടെ നമ്മുടെ കോമ്പാക്ട് പൗഡർ, അഥവാ ഭയങ്കര ഓയിലി അല്ല ഡോക്ടർ ഷെറ്റ്സിൻ്റെ SPF, ബട്ട് ദെൻ നമ്മൾ പോകുമ്പോഴേലും കുറച്ചും കൂടെ ഒന്ന് സെറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ഡെർമാക്കോടെ തന്നെ നമ്മുടെ SPF ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഞാൻ എല്ലാത്തിനെയും പ്രോഡക്ട്സ് ഞാൻ താഴെ ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. അതും കൂടെ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തു. കാജൽ, നമ്മുടെ മാക്കിൻ്റെ കാജലായിരുന്നു. ഏകദേശം പണി തീരാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്ര കാലമായെന്നറിയോ ഉപയോഗിക്കുന്നു. നല്ലൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്തിട്ടുള്ള ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാജലാണ്. മാത്രമല്ല പെട്ടെന്നൊന്നും സ്മഡ്ജായിട്ട് പോകത്തുമില്ല കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ ഓൾ ഡൺ.
അപ്പോൾ അതിനുശേഷം കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മെയ്ബിളിൻ്റെ ഈ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. ആ സെയിം ഐലൈനർ കണ്ണെഴുതി കഴിഞ്ഞ ശേഷം ഞാൻ ഇതേപോലെ പൊട്ടുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഐലൈനറാണ്. എനിക്കത് മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. നിങ്ങൾ ഏതാണ് ഐലൈനർ ഉപയോഗിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐലൈനറാണ്. പിന്നെ ഒന്നിനൊരു കുറവ് വേണ്ടെന്ന് പറഞ്ഞിട്ട് മസ്കാര കൂടെ അപ്ലൈ ചെയ്യുന്നത് മെയ്ബിളിൻ്റെ ഹൈപ്പർക്കൽ മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് മസ്കാരയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി മസ്കാരയാണ്. അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ്. ഈ സെയിം സാധനം എനിക്കിപ്പോൾ തപ്പിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ ലിങ്ക് ഞാൻ ഇതിൻ്റെ സിമിലർ വേർഷൻ, അതായത് ഇതിൻ്റെ തന്നെ നമുക്ക് ബോട്ടിൽ വേറെ വരുന്നുണ്ടാവില്ല, അത് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരു മേക്കപ്പ് ലുക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഇബയുടെ ഒരു ഷെയ്ഡ് പിക്ക് മീ അപ്പാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ എന്തായാലും നോക്കിയിട്ട് ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതും കൂടെ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ഫേ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ ഫേ ബ്യൂട്ടിയോ സംതിങ്. അപ്പോൾ അവരുടെ ലിപ് ഗ്ലോസ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗ്ലോസി ഫിനിഷ് ചെയ്യുന്നുണ്ട്. ലിപ്സ് ഡ്രൈ ആക്കുന്നില്ല. സപ്പോസ് മാറ്റ് ഫിനിഷൊക്കെ ഉള്ള ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്തൊരു പെർഫ്യൂം കൂടി അടിച്ചപ്പോഴേലും ഓൾ ഡൺ. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേലും ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പം 3 മണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മെല്ലെ പതിയെ പോയി. നമുക്കറിയാം എന്തായാലും ഒരു 8-9 മണിയാവാതെ ഒന്നും പോയിട്ട് വരാൻ വേണ്ടി പറ്റത്തില്ലെന്ന്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരം ഉണ്ടല്ലോ വൈക്കം ടു എറണാകുളം തന്നെ. ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അങ്ങനെ എന്തോ ഞങ്ങളുടെ ഭാഗ്യമാണോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്തിൻ്റെയാണോ എന്ന് അറിയത്തില്ല, വലിയ രീതിയിൽ ട്രാഫിക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ, അതായത് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കണം. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ. വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയം എറണാകുളം പോണ സൈഡ് ഭയങ്കര ട്രാഫിക്കായിരിക്കുമല്ലോ. പിന്നെ ലുലുവിലെത്തിയപ്പോഴേ ആദ്യം തന്നെ നമ്മൾ ഏകദേശം ചായയൊക്കെ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായി. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും കുടിക്കാം. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടി കുറേ നാളിങ്ങനെ വെമ്പി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ പോയ സ്ഥിതിക്ക് കോസ്റ്റേക്ക് കയറിയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് മതിയായിട്ടില്ല. എനിക്ക് വീണ്ടും കുടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചല്ലേ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചില്ലറ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് ഏറ്റവും വലിയ ശോക അവസ്ഥ എന്ന് പറയുന്നത്. എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായി, കൊള്ളത്തുണ്ടായിരുന്നില്ല. പിന്നെ പോണ വഴിക്ക് ഞാൻ സ്റ്റാർബക്സിൽ കയറിയിട്ടൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഏകദേശം ഒരു 8-8:30 ആയപ്പോഴേ വീട്ടിലെത്തി.